15 ദിവസങ്ങൾ. യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളാണ് ഇനി വെറും 15 ദിവസങ്ങൾ. ആ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ള ചാപ്റ്റേഴ്സോ ഒരുപാടുണ്ട് അല്ലേ? യെസ്. അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ച് തീർക്കാത്ത ഒരുപാട് ടെൻഷനിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എങ്ങനെ ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എങ്ങനെ ഞാനൊരു നല്ല മാർക്കിലേക്ക് എത്തും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. യെസ്, പലർക്കും ഈ ഒരു ചോദ്യം അവരുടെ മുമ്പിലുണ്ടാവും. അതായത് നമ്മൾ തോറ്റു പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഓണപ്പരീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ പാറ്റേണിൽ വന്നപ്പോൾ പലരും പതറിപ്പോയി. അതെ. യെസ്, ഒരുപാട് എന്താ പറയുക, PYQs ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ചവർക്ക് പോലും ഓണപ്പരീക്ഷയ്ക്ക് കാലിടറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് നിങ്ങളടുത്ത് ഓരോ ഇവന്റിലും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ സാധാരണ അല്ലെങ്കിൽ മുമ്പ് പഠിച്ച രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണോ മുക്കും മൂലയും വിടാതെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാലാണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇനി ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എങ്ങനെ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ പഠിക്കും എന്നൊരു തോന്നലുണ്ടാവും. തീർച്ചയായിട്ടും എക്സാമിനർ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് എക്സാമിനർ എന്താണ് ഒരുക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മൺഡേ കൃത്യം 7:30. യെസ്, അപ്പോൾ മൺഡേ കൃത്യം 7:30 വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി 15 days സ്റ്റഡി ചാലഞ്ച് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ 15 ദിവസമേ ഉള്ളൂ. ആ 15 ദിവസം കൊണ്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ടൊന്ന് റിവൈസ് ചെയ്യണ്ടേ? യെസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 15 days നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് വാങ്ങിച്ചു തരാൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതിന്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്, ലൈവ് എങ്ങനെയായിരിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇവന്റിലായിരിക്കും. സോ മാക്സിമം മക്കളെ, നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ ഒരു ഇവന്റിലേക്ക് വരാം. യെസ്, അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ മക്കളെ, ഓണപ്പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് പോയവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് കുറയേ അല്ലെങ്കിൽ നിരാശരായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ക്രിസ്മസ് എക്സാമിന് നമ്മൾ അതെല്ലാം എന്ത് ചെയ്യും, മാറ്റിയെടുക്കും. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് ആനുവൽ എക്സാമിൽ എന്ത് ചെയ്യണം, ഫുൾ മാർക്കിലേക്ക് തന്നെ എത്തണം. അപ്പൊ നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിനറിന്റെ കൂടെ നമ്മൾ തകർക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ എക്സാം തകർക്കും എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യാം. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഇവന്റിലേക്ക് പങ്കെടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ 7:30 കാണാം.